അപ്പൊ മക്കപ്പോളുടെ കാലം തൊട്ട് ഇങ്ങനെ ബുക്കനാന്റെ കാലം വരെയൊക്കെ ഉള്ള എല്ലാവരും പറഞ്ഞത് കേരളത്തിൽ 2 കാലാവസ്ഥയുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് വേനലും വർഷവും. ഇപ്പൊ വർഷകാലമാണ്. പക്ഷെ മറ്റു കാലങ്ങളൊക്കെ ഞാൻ കേരളയിലൊക്കെ ചെന്നപ്പോൾ അവരെന്നോട് വിശദീകരിക്കുന്നത് മഞ്ഞുകാലമുണ്ട്, സ്പ്രിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ കാലം വ്യത്യസ്തമായിട്ട് അവർക്കുണ്ട്. ബൈബിൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതുപോലെ കാലമുണ്ട്, ഓരോ കാലമുണ്ട്. അങ്ങനെ കാലം വ്യത്യാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് കർത്താവിന്റെ വചനത്തിലുണ്ട്. ആ ദൈവാഭിമുഖ ജീവിതവും അതിന് അനുപേക്ഷണമായിട്ടുള്ള കാലവ്യത്യാസങ്ങളും ബൈബിളിലെ ഒരു വിഷയമാണ്. ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ വ്യസനമായിരിക്കും, ചിലപ്പോൾ ഉത്കണ്ഠയായിരിക്കും, ചിലപ്പോൾ ആധിയായിരിക്കും, ഭീതിയായിരിക്കും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും. അപ്പോസ്തല പ്രവർത്തനം 17:26 ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. കാലങ്ങളും വാസഭൂമികളും. ടൈമും ഉണ്ട്, സ്പേസും ഉണ്ട്. ടൈം മാത്രമല്ല കൊടുത്തത്, ടൈമും സ്പേസും എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പം നിൻ്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ നിൻ്റെ ചേട്ടൻ്റെ ടൈം ആൻഡ് സ്പേസ് ആയിരിക്കത്തില്ല നിൻ്റെ ടൈം ആൻഡ് സ്പേസ്. ഇപ്പം ചെറു പറയത്തില്ലേ, ഞങ്ങൾ രണ്ടും ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ്, ഒരമ്മ പെറ്റവരാണ്, പക്ഷെ 2 തരത്തിലാണ് ജീവിക്കുന്നത്. 2 പേർക്കും ടൈം ആൻഡ് സ്പേസ് വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരു ടൈമാണ്, ഒരു സ്പേസാണ്. എന്താ അറിയാമോ, ഇതെന്തിനാ ഇങ്ങനെ ടൈം ഡിഫറെന്റ് ആക്കിയിരിക്കുന്ന ഉദ്ദേശം? ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തെ കണ്ടെത്താനുള്ളൊരു മാർഗം എന്താണ്? അനുഭവമാണ്. അനുഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കണം. ഒരു അനുഭവത്തിൽ മാത്രം ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല. കൃപാസനം എന്തുകൊണ്ട് ഇത്തിരി സാക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? ഈ സാക്ഷ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നത് അനുഭവ സാക്ഷ്യങ്ങളാണ്. അപ്പം നീ എന്നെ കേൾക്കുന്ന നീയും കർത്താവെ എനിക്കൊരു അനുഭവ സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം.